ലോഹിതദാസ് സിനിമയിൽ സുന്ദർദാസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സല്ലാപം. മഞ്ജു വാര്യർ, ദിലീപ്, മനോജ് കെ ജയൻ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന വേഷത്തിലെത്തിയത്. മഞ്ജു വാര്യരുടെ ആദ്യ ചിത്രം കൂടിയാണ് സല്ലാപം. സല്ലാപത്തിലേക്ക് മഞ്ജു വാര്യരിൽ വന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണപ്പോൾ സംവിധായകൻ സുന്ദർദാസ്. നടി ആനിയാണ് രാധ എന്ന കഥാപാത്രമായി തീരുമാനിച്ചതെന്നും എന്നാൽ പിന്നീട് മഞ്ജുവിനെ തീരുമാനിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂനിയർ യേശുദാസ് ശശികുമാറിനെയും ദിവാകരനെയും അവരുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന രാധയും കൊണ്ട് ഞാനും ലോഹിയും ഷൊർണൂരിന്റെ ഇടവഴികളിലും റെയിൽവേ പാളങ്ങളിലും നടന്നു തീർത്ത വൈകുന്നേരങ്ങളിലൊന്ന് നമുക്ക് ആനിയെ രാധയാക്കാം, ലോഹി പറഞ്ഞു. എനിക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല, കാരണം ആനി അന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ നടിയാണ്. ലോഹിയുടെ തിരക്കഥയിൽ അഭിനയിക്കാനായി കാത്തിരുന്ന നടി. നിർമ്മാതാവ് കിരീടം ഉണ്ണിയേട്ടനെ വിവരം അറിയിച്ചപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. കാര്യം ആനിയെ അറിയിച്ചപ്പോൾ സമ്മതം. ഡേറ്റ് മാത്രം ഓക്കെ ആക്കിയാൽ മതി. ശശികുമാറായി ദിലീപിനെ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. ദിവാകരനിലേക്ക് മനോജ് കെ ജയനും ബിജു മേനോൻ എന്നീ 2 ഓപ്ഷൻ വെച്ചു. പിന്നീട് മനോജ് മതിയെന്ന് തീരുമാനിച്ചു. അങ്ങനെ ചർച്ചകളുമായി ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഒരു വൈകുന്നേരം ലോഹി പറഞ്ഞു, രാധയായി ആനി ശരിയാവില്ലടോ. ലോഹി, ശരിയാവുകയല്ലോ, നമ്മൾ ശരിയാക്കി എടുക്കുകയല്ലേ. ആനി നാടൻ തന്മയുള്ള പെൺകുട്ടിയാണ്, എന്താണ് പ്രശ്നം? ഞാൻ ചോദിച്ചു. അവളൊരു മിടുക്കി പെണ്ണാണ്, അവളെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. പ്രേക്ഷകർക്ക് മുൻധാരണ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നമുക്കൊരു പുതുമുഖം മതി. സാദരത്തിന്റെ സെറ്റിൽ വെച്ച് നമ്മളൊരു മാസികയുടെ കവർ പേജ് കണ്ടില്ലേ, ഓർക്കുന്നില്ലേ താൻ? കലാതിലകമൊക്കെയായ ഒരു കുട്ടി, അവളെ ഒന്ന് നോക്കാം. നിറഞ്ഞ ചിരിയിൽ ആ പെൺകുട്ടിയുടെ മുഖം ഓർമ്മയിൽ വന്നു. ഞാൻ ഉടൻ കിരീടം ഉണ്ണിയേട്ടനെ വിളിച്ച് പറഞ്ഞു. മഞ്ജു വാര്യർ എന്നാണ് കുട്ടിയുടെ പേരെന്നും കണ്ണൂരുകാരിയാണെന്നും അദ്ദേഹം വിവരം തന്നു. അങ്ങനെ നമ്പർ സംഘടിപ്പിച്ചാണ് ഞങ്ങൾ മഞ്ജുവിന്റെ വീട്ടിലേക്ക് വിളിച്ചതെന്നും സുന്ദർദാസ് പറയുന്നു.